ചാനൽ. ഇന്ന് വാഗമണിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോണതിന് മുമ്പ് നമ്മൾ പൈൻ ഫോറസ്റ്റിലൊക്കെ പോയി. രാവിലെ ഒരു 8:30 ആയപ്പോൾ ഉറക്കം എണീറ്റ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്തിരുന്ന്. നല്ല വെയിലുണ്ടെങ്കിലും ഇങ്ങനെ തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങി. കപ്പിൾ ഫോട്ടോ എടുക്കുന്നു. ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് ഒരുങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഉളുപ്പുണ്ണി പോകണമെന്ന് വിചാരിച്ച്. ഉളുപ്പുണ്ണിയിൽ വെള്ളച്ചാട്ടമാണെന്നാണ് പോയിട്ടുള്ളവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് പോകാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് പോയതും. രാവിലെ കഷ്ടപ്പെട്ട് പോയി. ഞാൻ വോയിസ് ഓവർ നിൽക്കണം. രാവിലെ കഷ്ടപ്പെട്ട് പോയി. എൻ്റെ ചേട്ടൻ മനോഹരങ്ങൾ കിട്ടി ചാടി ഇറങ്ങി ബാഹുബലിയെ കണക്കെടുത്ത പോവാണത്. ആ ചേട്ടനാണ് ഈ ചേട്ടൻ. അപ്പുണ്ണിയണ്ണ രാവിലെ നടക്കാൻ പോയായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എവിടുന്നൊക്കെയോ കണ്ട കുറേ പൂക്കൾ പിച്ചിക്കൊണ്ട് വന്നതിൻ്റെ കഥയാണ് നിങ്ങൾ ഈ കേട്ടത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഈ കടയിൽ നിന്നാണ് മന്തി മേടിച്ചത് രാത്രിത്തേക്ക്. കടയുടെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോയത്. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ സൺഡേ ആയത് കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഉളുപ്പുണ്ണി പോകാൻ സമയം കിട്ടാൻ എന്തെന്ന് വെച്ചാൽ അടുത്ത ദിവസം മൺഡേ ആയത് കാരണം എല്ലാവർക്കും ജോലിക്ക് പോകാനുണ്ട്, പഠിക്കാൻ പോകാനുള്ളവർക്ക് പഠിക്കാനും പോകാനുള്ളത് കാരണം നമ്മൾ സൺഡേ രാത്രി തന്നെ വീട്ടിലെത്തണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. 1 ഡേ ട്രിപ്പ് ആയിരുന്നാലും നമ്മൾ ആ ഒരു 1 ഡേ ഫുൾ അർമാദിച്ചായിരുന്നു. അപ്പം ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് ട്രിപ്പ് ആയത് കാരണം നമ്മൾ 1 ഡേ ആക്കി. ആ ഒരു ദിവസം തന്നെ നമുക്ക് ഫുള്ള് അടിച്ച് പൊളിച്ച്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മൾ പിന്നെ ഒരു വിഷമമായി. പെട്ടെന്നൊരു ദിവസം അങ്ങ് പോയി, ഒരു 2 ദിവസം കൂടി നിൽക്കാമായിരുന്നു എന്നൊക്കെ നമ്മളുടെ മൈൻഡിൽ തോന്നി. പക്ഷേ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം അത് നടന്നില്ല. പൈൻ ഫോറസ്റ്റ് കയറി. അവിടെ കയറാൻ കുറച്ച് പാടാണല്ലോ, മെല്ലെ പിടിച്ച് കയറണം. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ആരും മറക്കാത്തതെന്ന് വെച്ചാൽ ഇല്ലിക്കൽ കല്ല് പോയതാണ്. അത് കുറച്ച് അഡ്വഞ്ചറും ആയിരുന്നു. നമ്മളെ വായിൽ ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലാണ് ഓർക്കുന്നത്. കാരണം നമ്മളുടെ മൈൻഡിലൊന്നും ഇല്ലാത്തൊരു സ്പോട്ടായിരുന്നു. പിന്നെ 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ നിർത്തി. പിന്നെ ഒരു 6 മണിയായപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ നിർത്തി. 2 പേർക്ക് ചായ കുടിക്കണമെന്നും പറഞ്ഞിട്ടാണ് പിന്നെ നിർത്തിയത്. ആ കടയിൽ കയറിയപ്പോഴത്തേക്ക് നല്ല ഓംലേറ്റൊക്കെ പൊരിക്കുന്ന മണം കേട്ടിട്ട് ആദ്യം ഒരു പ്ലേറ്റ് ഓംലേറ്റ് പറഞ്ഞ്, പിന്നും 2ാമത്തെ പ്ലേറ്റ് ഓംലേറ്റ് പറഞ്ഞ്, ലാസ്റ്റ് 12 പൊറോട്ടയും 2 പ്ലേറ്റ് ബീഫ് കറിയും 1 പ്ലേറ്റ് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ആ ഒരു കമ്മൽ ഞാൻ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം അമ്മയടുത്ത് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അമ്മയ്ക്ക് ഓരോ ഫോട്ടോസും കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പിന്നിൽ അങ്ങനെയാണമ്മ, അങ്ങനെയൊക്കെ നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇരുന്ന് ചിരിക്കുന്നതാണ്. പിന്നെ അപ്പുണ്ണിയണ്ണ എനിക്കൊരു വ്ളോഗിനൊരു തംബ്ലൈൻ പറഞ്ഞു തന്നായിരുന്നു. മൂദേവി അറ്റ് ഹോം. മൂദേവി എൻ്റെ നാത്തൂനാണ്. ചേച്ചിയായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫിൽ തംബ്ലൈനായിട്ട് മൂദേവി അറ്റ് ഹോം എന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ചിരിക്കുന്നതാണ്.